നമസ്കാരം. T20 ഫോർമാറ്റിൽ നിലവിൽ ലോകകപ്പ് ക്രിക്കറ്റിലെ രാജാക്കന്മാരായി വിലസുകയാണ് ടീം ഇന്ത്യ. തുടർച്ചയായി രണ്ടാം ICC T20 ലോകകപ്പ് നേട്ടത്തോടെ അപ്രമാദിത്വം ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കാനും ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിലാണ് 2024 T20 ലോകകപ്പിൽ ഇന്ത്യ വെന്നിക്കൂടി പാറിച്ചത്. ഈ വർഷം സൂര്യകുമാർ യാദവിന് കീഴിൽ മെൻ ബ്ലൂ അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. തുടർച്ചയായി 2 തവണ ചാമ്പ്യന്മാരായ ആദ്യ ടീം എന്ന റെക്കോർഡും ഇന്ത്യ കുറിച്ചിരുന്നു. T20യിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള കളിക്കാരെ മാത്രം ഉൾപ്പെടുത്തി ഓൾ ടൈം 11 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആർക്കെല്ലാമായിരിക്കും ഇടം പിടിക്കുക എന്നതാണ് ഇപ്പോൾ പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് തന്നെ പറയാം. സാധാരണ ഇത്തരത്തിൽ ഒരുപാട് ചർച്ചകളും ഇതുപോലെ തന്നെ പല രീതിയിലുള്ള അവരുടെ ഓരോ അനാലിസിസുകളും പുറത്തു വരാറുണ്ട്. ഓരോ ടീമുകളെയും അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും തന്നെ അനാലിസിസ് ചെയ്ത് തന്നെയാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത്. ഇന്ത്യയുടെ ഓൾ ടൈം T20 11 ടോപ്പ് 5ലേക്ക് വന്നാൽ ചില പൊസിഷനുകളിലേക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഉള്ളതായും കാണാൻ സാധിക്കുന്നു. അതിനാൽ തന്നെ അതിൽ നിന്നൊരാളെ തിരഞ്ഞെടുക്കുക എന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യവുമല്ല. മുൻ ലോകകപ്പ് വിന്നിംഗ് ക്യാപ്റ്റനും ഇതിഹാസ ബാറ്ററുമായ രോഹിത് ശർമ്മയും നിലവിൽ T20യിലെ ഏറ്റവും അപകടകാരിയായ അഭിഷേക് ശർമ്മയുമാണ് ടീമിന്റെ ഓപ്പണിംഗ് ജോഡികൾ. ഇതുവരെയുള്ള T20 ചരിത്രമെടുത്താൽ ഇന്ത്യക്കെതിരേക്കാൾ മികച്ചൊരു ഓപ്പണിംഗ് ജോഡിയെ കണ്ടെത്താൻ കഴിയുമോ എന്നതും സംശയമാണ്. 159 T20കളിലായി ഹിറ്റ്മാന്റെ സമ്പാദ്യം 4231 റൺസാണ്. അഭിഷേക് ആവട്ടെ 46 T20കളിൽ നിന്നും ഇതിനോടകം തന്നെ 1438 റൺസും അടിച്ചെടുത്തു. 3-ാം നമ്പറിൽ ഇന്ത്യക്ക് മുൻ ഇതിഹാസ വിരാട് കോഹ്ലി തന്നെയാണ് ബെസ്റ്റ് എന്ന് ഉറപ്പിച്ചു പറയാം. രോഹിത്തിനെ പോലെ ടീം ഇന്ത്യക്ക് പകരം വയ്ക്കാനില്ലാത്ത മറ്റൊരു വമ്പൻ താരം തന്നെയാണ് അദ്ദേഹം. T20യിൽ രോഹിത് കഴിഞ്ഞാൽ ഏറ്റവും അധികം റൺ സ്കോർ ചെയ്തതും കോഹ്ലിയാണ്. 125 T20കളിൽ നിന്നും 4188 റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. 2024 ICC T20 ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായതിനു പിന്നാലെയാണ് അതേ ദിവസം തന്നെ രോഹിത്തും കോഹ്ലിയും T20യിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. കോഹ്ലി കഴിഞ്ഞാൽ ഓൾ ടൈം 11ലെ 4-ാമൻ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ആണ്. ടീമിന്റെ വിക്കറ്റ് കീപ്പറും അദ്ദേഹം തന്നെയാണ്. മുൻ ഇതിഹാസ നായകൻ MS ധോണിയെ പിന്തള്ളിയാണ് സഞ്ജു ടീമിലേക്ക് വന്നത് എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിന്റെ മാർക്കറ്റ് ഇടിയുന്നതോടെ അല്ലെങ്കിൽ സഞ്ജുവിന്റെ മാർക്കറ്റ് കയറുന്നതോടെ തന്നെ അത് അപ്പുറത്തുള്ള ടീമുകൾക്ക് ഏറ്റക്കുറച്ചിലും ഒക്കെ തന്നെ ഉണ്ടാക്കും. സഞ്ജു ഇറങ്ങുകയാണെങ്കിൽ മറ്റൊരു ടീം അംഗത്തിന് അവിടെ ഒരു വലിയൊരു മേൽക്കൈ ലഭിക്കും. അത് വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. മറ്റുള്ള താരങ്ങൾക്കും അങ്ങനെ തന്നെയാണ് എന്ന് നമുക്കറിയാം. അത് തന്നെയാണ് സഞ്ജുവിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഈ ഫോർമാറ്റിൽ തന്നെ ധോണിയേക്കാൾ മികച്ച റെക്കോർഡ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് പ്ലസ് പോയിന്റ് ആവുകയും ചെയ്തു. 62 T20കളിൽ നിന്നും 156.84 സ്ട്രൈക്ക് റേറ്റിൽ സഞ്ജു നേടിയത് 1399 റൺസാണ്. 3 സെഞ്ചുറികളും 6 ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടുന്നുവെന്നതാണ് പ്രധാന ഹൈലൈറ്റ്. എന്നാൽ ധോണി ആവട്ടെ 98 T20കളിൽ നേടിയത് 1617 റൺസാണ്. വെറും 2 T20കളിൽ മാത്രമേ ഇതിലുള്ളൂ. സ്ട്രൈക്ക് റേറ്റിലും അദ്ദേഹം സഞ്ജുവിനേക്കാൾ ഏറെ പിന്നിലുമാണ്. 126.16 സ്ട്രൈക്ക് റേറ്റ്. സഞ്ജു കഴിഞ്ഞാൽ ഇനവെല്ലെ 5-ാമൻ മുൻ ലോകകപ്പ് വിന്നിംഗ് ക്യാപ്റ്റൻ കൂടിയായ സൂര്യകുമാർ യാദവാണ്. 113 T20കളെ അനുഭവ സമ്പത്ത് കൈക്കൊണ്ട് 162.95 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം നേടിയത് 3272 റൺസുമാണ്. 4 സെഞ്ചുറികളും 25 ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടുന്നു.